ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ നല്ലൊരു ക്രീമി ആയിട്ടുള്ള ചിക്കൻ റാപ്പിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ എല്ലില്ലാത്ത ചിക്കൻ എടുക്കുക. അതിലേക്ക് ഈ പൊടികളും അതുപോലെ ലെമൺ ജ്യൂസും പിന്നെ ആവശ്യത്തിനുള്ള ഒലിവ് ഓയിലും കൂടി ഒഴിച്ചെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാനിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചെടുക്കാം. അതിലേക്ക് നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് അതേ സെയിം പാനിൽ തന്നെ ഓയിൽ ഇല്ലെങ്കിൽ കുറച്ച് ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഏകദേശം കുക്കായി വരുമ്പോൾ നമുക്കതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും അതോടൊപ്പം തന്നെ ഒരു ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസും അതുപോലെ 2 ടേബിൾ സ്പൂണോളം ക്രീം ചീസ് ഉണ്ടല്ലോ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ ചിക്കൻ റെഡി ആയിട്ടാണ്. നമുക്കിതിലേക്കുള്ള ഒരു സോസ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മയോണൈസ് അതുപോലെ മസ്റ്റാർഡ് സോസ് പിന്നെ ചില്ലി ഗാർലിക് സോസ് ഒറിഗാനോ പിന്നെ കുറച്ച് കുരുമുളക് ആവശ്യത്തിനുള്ള വെള്ളം അതും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ വെള്ളം ആഡ് ചെയ്യുന്നത് കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി ആവാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പം നമ്മളുടെ സോസ് റെഡിയായി. ഇനി നമുക്ക് ടോട്ടല ബ്രെഡ് എടുക്കുക. അതിലേക്ക് നമ്മളുടെ ഈ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ പൊട്ടാറ്റോ ചിപ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ലെറ്റ്യൂസും പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സോസും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് റാപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊരു പാൻ ചൂടാക്കിയിട്ട് അതല്ലെങ്കിൽ സാൻഡ്വിച്ച് മേക്കർ ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് എല്ലാ സൈഡും നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ നമ്മളുടെ ഒരു ക്രീമി ആയിട്ടുള്ള ചിക്കൻ റാപ്പ് റെഡി ആയിട്ടാണ്. അപ്പം എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം.